അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പുതിയ ജോബ് വേക്കൻസി എന്താ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ കുറച്ച് ടാസ്കൊക്കെ തന്നായിരുന്നു. ഫസ്റ്റ് ടാസ്ക് നമ്മുടെ മുകളിൽ നമ്മൾ ആകാശത്ത് ഗണ്ണ് വെച്ച് ഫയർ ചെയ്യാൻ. സെക്കൻഡ് ടാസ്ക് നമ്മൾ എന്തുവാ മറ്റേ പോലീസ് വണ്ടി കൊണ്ട് നമ്മൾ പോയി കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ വീഡിയോ എൻഡാക്കി. ഇതാണ് സെക്കൻഡ് പാർട്ടായിരുന്നു. കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ഗൈസ് ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ നല്ലൊരു ഡേ ആണിവിടെ. അപ്പോൾ ഓക്കെ, അപ്പോൾ രാവിലെ 5 മണി ആയിരിക്കുകയാണ് കേട്ടോ. രാവിലെ 5 മണി കേട്ടോ. അപ്പോൾ എസ് ഐ 4 മണിക്കാണ് അതായത് 4 മണിക്കാണ് പറയാൻ വന്നത് ഗൈസ് കേട്ടോ. പക്ഷേ ഞാൻ എണ്ണിച്ചടിച്ചൊരു ലേറ്റായി ഗൈസ്. അപ്പോൾ ഇന്ന് എസ് ഐ എന്താ പറയുകയാണ് ഗൈസ് കേട്ടോ. അപ്പോൾ എസ് ഐ അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. വന്നിട്ടുണ്ട്. ഓക്കെ, പുള്ളി കുറേ പ്രാവശ്യം ഫോണും വിളിച്ച് ഗൈസ് കേട്ടോ. പക്ഷേ എൻ്റെ ഫോൺ സൈലൻറ്റിലായിരുന്നു ഗൈസ് കേട്ടോ. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പോൾ ടൈം നോക്കുമ്പോൾ 5 മണി. ഇപ്പോൾ ഏകദേശം 5 ആയിട്ടുണ്ട് ഗൈസ് കേട്ടോ. അപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് ഡിഫൻഡറിലാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ബ്രെഡും ജാമും തിന്നിട്ടുണ്ട് ഗൈസ് കേട്ടോ. പിന്നെ എപ്പോഴാണ് ബ്രേക്ക് കിട്ടുമ്പോൾ പിന്നെ എനിക്ക് വീട്ടിലൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല ഗൈസ് കേട്ടോ. മുമ്പേ സമയം ലേറ്റായി. പിന്നെ ഇപ്പോൾ ഇവിടെ ഹോട്ടലൊക്കെ തുറക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ ഇപ്പോൾ ഒടുക്കത്തെ ടാസ്ക് ആയിരിക്കും ഗൈസ് കേട്ടോ. അപ്പോൾ ഈ ടാസ്കിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന ഭയങ്കര ജോലിയായിരിക്കും. അപ്പോൾ ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് ഫീൽഡിൽ ഹോട്ടലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹോട്ടൽ തുറക്കുമ്പോൾ നമ്മൾ അവിടെ പോയി കഴിക്കുന്നതായിരിക്കും. പിന്നെ കുറേ പേര് ചിന്തിക്കുന്ന കാര്യം ഈ വണ്ടി ഏതാണ് അറിയാം. ഡിഫൻഡറിൻ്റെ ഏത് മോഡലാണെന്ന് പറയാം. ഇത് ഡിഫൻഡർ 130 ആണ് ഗൈസ് കേട്ടോ. ഡിഫൻഡറിൽ 130 ആണ് ഗൈസ് കേട്ടോ. കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഇത് 110 ആണോ 130 ആണോ എത്ര അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കണ്ട് എനിക്ക് 110 ആണ് തോന്നിപ്പോയത് ഗൈസ് ഓക്കെ. 110 ആയിരിക്കും. ഇത് ഡിഫൻഡർ 110 ആണ് ഗൈസ് കേട്ടോ. 7 സീറ്റർ വണ്ടിയാണ് 110. ഓക്കെ, 110 ആണ് ഗൈസ്. ഓക്കെ, 7 സീറ്റർ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ തോന്നി അത് താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഗൈസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. നമ്മൾ രാവിലെ തന്നെ നമ്മുടെ വണ്ടിയൊക്കെ നല്ല കഴുകി കുട്ടപ്പനാക്കി വെക്കുക ഗൈസ് രാവിലെ തന്നെ. ഓക്കെ, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകാം. എസ് ഐ ഉണ്ടാവോ ഇല്ലയോ. ഓക്കെ, നമുക്കൊരു മാസ് എൻട്രി എടുക്കാം. എസ് ഐ ഇല്ലേ? എന്താണ് ഒരു പ്ലേസ് എസ് ഐ ഇല്ലപ്പോൾ എൻ്റെ കൂടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, എന്തുവാ സാർ? സാർ എന്തുവാ? ഞാൻ എണ്ണിച്ചപ്പോൾ ലേറ്റായി. ഓ സാർ എനിക്കറിയാം. പക്ഷേ എനിക്ക് രാവിലെ എണ്ണിച്ചൊന്നും ശീലമില്ല. ഓക്കെ സാർ. ഓക്കെ. അപ്പോൾ പറയാൻ പോകുന്നത് ഈ സാറ് പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസിൽ എടുക്കാൻ പറ്റത്തില്ല. പറഞ്ഞാൽ പോലീസിലാകുമ്പോൾ ഷാർപ്പ് ടൈമിംഗ് ആയിരിക്കണം. ഓക്കെ സാർ, ഇന്നൊരു ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നാളെ ഞാൻ 4 മണിക്ക് വരാം. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ സാർ, ലാസ്റ്റ് ചാൻസ് ആണ്. ഓക്കെ, അപ്പോൾ ടാസ്ക് ഓക്കെ. അപ്പോൾ എസ് ഐ സാറിൻ്റെ 3 അപ്പോൾ ഒരു മോനാണ് ഗൈസ്. അപ്പോൾ ആ മോന് ഹോസ്പിറ്റലിലാണ്, പനി എങ്ങാണ്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ വരേണ്ട ഏകദേശം ഇപ്പോൾ 5:10 ഗൈസ്. ഓക്കെ, അപ്പോൾ ഭയങ്കര ഹൈ ഫീവറാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഏകദേശം വരുമ്പോൾ ഒരു രാവിലെ എടുക്കും. അതായത് 7-8 മണിയാകും ഗൈസ്. അപ്പോൾ ഭയങ്കര ലേറ്റ് ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ
അപ്പോൾ പറഞ്ഞേക്കുന്നത് ഈ സാറിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഈ സാറിൻ്റെ പേര് ഗണേഷ് സാറാണ് കേട്ടോ, ഗണേഷ് സാർ. ഓക്കെ, അപ്പോൾ ഈ ഗണേഷ് സാറിനോട് പറഞ്ഞേക്കുന്നത് കുറച്ച് ടാസ്കൊക്കെ കൊടുക്കുക, അപ്പോഴത്തേനും ഞാൻ വരാമെന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടാസ്ക് പറയൂ. ഓടാണല്ലേ? എവിടെ പറയാ സാർ? ഇതാ ആ റാമ്പ് പറയൂ. അതിൻ്റെ അപ്പുറത്ത് ആ ബിൽഡിങ് പറയടാ. ആ ബിൽഡിങ് പറയാ, ആ ബിൽഡിങ് പറയാം ഗൈസ്. ഞാനിവിടെ പോയിന്റ് വെച്ചിട്ടുണ്ട് തോക്കേണ്ടതായി. ഇവിടെ വരെയാണ് നമുക്ക് ഓടാനുള്ളത്. ഓക്കെ സാർ, അങ്ങനെ തുടങ്ങട്ടെ? ഓക്കെ ഗോ. സാർ ടൈം ലിമിറ്റ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ഗൈസ്. സോ ഞാൻ ഏറ്റവും പേടിയുള്ള കാര്യം ഇത് തന്നെയായിരുന്നു ഗൈസ്, കേട്ടോ. ഓക്കെ ഗൈസ്, രാവിലെ ചോടാണ്. ഇപ്പോൾ ഇവിടെ ആൾക്കാർ കണ്ടാൽ വിചാരിക്കും ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഓടുവാണ് ഗൈസ്, കേട്ടോ. ഇപ്പോൾ ഈ പുള്ളി റെഡ് കളർ കാർ, ഇവൻ എന്തിനാണ് ഓടുന്നത്? ജയിലിൽ നിന്നല്ല. ഈ ബാഗ് എടുത്ത് ആദ്യം അകത്ത് വെക്കണം ഗൈസ്. ഈ ബാഗ് കൊണ്ടുവരണ്ടായിരുന്നു. കാരണം ഈ ബാഗിൻ്റെ അകത്ത് ജ്വല്ലറി വല്ലതും ആണെന്ന് പറഞ്ഞിട്ട് ഇവർ പോയി അവിടെ കംപ്ലൈൻറ്റ് കൊടുക്കാതെ ഇരുന്നാൽ മതി ഗൈസ്. ഓക്കെ ഗൈസ്, ഈ ബിൽഡിംഗ് ആണ് ഗൈസ്, കേട്ടോ പറഞ്ഞത്. ഓക്കെ, പക്ഷെ ദൂരം ഉണ്ട് ഗൈസ്, കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അയ്യോ എന്താ, അപ്പം ഗൈസ് ഞാൻ കുറച്ച് നേരം മിണ്ടാതിരിക്കുന്നത് അതാണ്. ഞാനത് അവിടെ എത്തട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാം ഗൈസ്. ഓക്കെ, അപ്പോഴത്തേക്കും നിങ്ങൾ ഈ ഓട്ടത്തിലൊന്ന് ശ്രദ്ധിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. സാർ ഓക്കെ ആണോ? ഓക്കെ, തിരിച്ചു വരണം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് അവർക്ക് എന്തോ ക്യാമറ ഉണ്ട് ഗൈസ്. അത് സൂമിങ് ക്യാമറയാണ് ഗൈസ്. അതായത് അതെന്തോ 100 സെൻറ്റിമീറ്റർ എത്ര എന്താ സൂം ആവും ഗൈസ്, കേട്ടോ. അപ്പോൾ ആ സൂം വഴി നമുക്കിവിടെ കാണാൻ പറ്റും ഗൈസ്, കേട്ടോ. അവർക്കിവിടെ കാണാൻ പറ്റും ഗൈസ്. അതാണ് സംഭവം ഗൈസ്, കേട്ടോ. ഇവനെന്താ ഡിഫൻഡർ ഇവിടെ നിർത്തി വെച്ച? ചേട്ടാ പോ എന്താ പറ്റി ഗൈസ്? ഓ ഗൈസ്, ഓടി ഗൈസ്. ഓക്കെ, ഇനി ഞാൻ ജിമ്മൊക്കെ നിർത്താൻ പോവാം ഗൈസ്, കേട്ടോ. വീട്ടിൽ ജിം എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട് ഗൈസ്, കേട്ടോ. ഓക്കെ, കാലൊക്കെ വേദനിക്കുന്നു ഗൈസ്, കേട്ടോ. എൻ്റെ ഈ ഷൂ ആണ്, ഇതെത്ര വർഷം അറിയോ? ഏകദേശം 2 വർഷമായി ഗൈസ്, കേട്ടോ. ഇതിൻ്റെ ലേസൊക്കെ പിന്നെ ഇതിൻ്റെ ഫോമൊക്കെ പോയി കിടക്കുക ഗൈസ്. എൻ്റെ കാല് നല്ല വേദന ഇരിക്കുന്നുണ്ട് ഗൈസ്, കേട്ടോ. എത്തി ഗൈസ്. അങ്ങനെ വണ്ടി ഈ ഓടിക്കാരൻ ഭയങ്കര ഫാസ്റ്റാണല്ലോ. സാർ എത്തി. അയ്യോ, എസ് ഐ സാർ. ഹലോ സാർ, ഹലോ ഗുഡ് മോർണിംഗ്. ഹലോ സാർ, പറയൂ. സാറിൻ്റെ മോളിന് എങ്ങനെയുണ്ട്? ഓക്കെ ഗൈസ്. അപ്പോൾ ഇപ്പോൾ ടൈം എത്ര രൂപ ഗൈസ്? 7:30 ആയി ഗൈസ്. സാറിവിടെ 7:30 എത്തിയിട്ടുണ്ട് ഗൈസ്. അതായത് എന്നെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് ഗൈസ്, കേട്ടോ. ഓക്കെ ഫസ്റ്റ് ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു സാർ. ഓക്കെ, അല്ലേ? അപ്പോൾ ഗൈസ്, ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ല, ആൻസർ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ എന്തുവാ? ഓക്കെ സാർ, നമ്മൾ ഇപ്പോൾ എന്തുവാ, പോലീസ് നമ്മളാവാനായിട്ട് നമ്മളൊരു കള്ളനെ പിടിക്കും. അപ്പോൾ കള്ളനെ പിടിക്കുമ്പോൾ നമ്മൾ എന്തുവാ,
കള്ളൻ ഓടാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ അതിൻ്റെ പുറകിൽ ഓടും. പിന്നെ നമ്മൾ എക്സ്ട്രാ ഗൺസൊക്കെ നമ്മൾ കൊണ്ടുപോകും. പിന്നെ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് കള്ളന് കിട്ടുന്നവരെ നമ്മൾ നിൽക്കത്തില്ല, നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കും. കറക്റ്റ് അല്ലേ സാർ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചത് കള്ളനെ പിടിക്കണോ വേണ്ട, അങ്ങനെ വിട്ട് കളയണം. അപ്പോൾ സാർ അടുത്തെന്ന് പറഞ്ഞ ഒരു പോലീസുകാരനെന്ന നിലയിൽ അത് വിട്ട് കളയാൻ പാടില്ല. നമ്മളത് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് 1 മാസമായാലും 2 മാസമായാലും 10 വർഷമായാലും നമ്മൾ 10 വർഷം എടുത്തിട്ട് നമ്മൾ ആ കള്ളനെ പിടിക്കും. നമ്മുടെ ജീവൻ പണയപ്പെടുത്തിയിട്ടെങ്കിലും നമ്മൾ ആ കള്ളനെ പിടിക്കും. നമ്മുടെ ജീവൻ പോയെങ്കിലും ആ കള്ളൻ ഈ സെല്ലിൽ ഇരിക്കും. ഓക്കെ സാർ, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഒരു പോലീസ് എന്ന നിലയിൽ AK-47 ആണ് അവരുടെ ഗൺ. അപ്പോൾ ഈ ഗണ്ണ് എപ്പോഴും അവരുടെ കയ്യിൽ ഇരിക്കണം. പോലീസ് എന്ന നിലയിൽ ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ നിന്നാൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തേ ഉള്ളൂ. ഓക്കെ സാർ, ഓക്കെ 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 സാർ, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് ദിസ് ഈസ് സുജയ് സൈനിങ് അപ്പ്.